ജോസ് കെ മാണി ഹാപ്പിയാണോ? ഈ തൂവള്ള വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുമ്പോൾ പൊതുവെ പുറമേ പലർക്കും തോന്നും ഹാപ്പിയാണ്. ജോസ് കെ മാണി തന്നെ പറയുന്നുണ്ട് ഞാൻ തൃപ്തനാണെന്ന് LDF. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് സംശയം. ജോസ് കെ മാണി ഹാപ്പി അല്ല. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ അത് വ്യക്തമായതാണ്. അദ്ദേഹത്തെ അവിടെ പരാജയപ്പെടുത്തിയത് ആരാണെന്ന് നമുക്ക് പറയണ്ടല്ലോ. മാണി സി കാപ്പൻ എന്നായിരിക്കും പറയാൻ വരുന്നത്. പക്ഷേ ആരാണ് അതിൻ്റെ പിന്നിൽ? ജോസ് കെ മാണി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ബാർഗെയിനിങ് നടത്തും LDF. അത് നന്നായിട്ട് നമ്മുടെ കാരണഭൂതൻ അറിയാം. അതുകൊണ്ട് തന്നെ അതിനിട്ട് കൊടുത്തു പണി. അതുകൊണ്ട് എന്ത് പറ്റി? 15,000 വോട്ടിനാണ് അവിടെ തോറ്റത്. ഇനി പാലയിലോട്ട് കാല് കുത്താനും പറ്റില്ല. അങ്ങനെ ജോസ് കെ മാണിയുടെ മന്ത്രി സ്ഥാനം പൊലിഞ്ഞുപോയി. ആ സ്വപ്നം രാജ്യസഭാ അംഗത്വമൊക്കെ കൊടുത്തു. അത് പിന്നെ ആർക്കും കിട്ടുന്നതാണല്ലോ. നമ്മുടെ AA റഹീമിന് വരെ കിട്ടിയിട്ടില്ലേ. അതുകൊണ്ട് അത് ജോസ് കെ മാണിക്ക് വലിയൊരു പുത്തരി ഒന്നുമല്ല. ജോസ് കെ മാണി ഈ ഭൂമിയിലേക്ക് വന്ന നാൾ മുതൽ കൊടിവെച്ച കാറിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അത് വീടിൻ്റെ മുന്നിൽ എപ്പോഴും കിടക്കുന്നത് കണ്ടിട്ടും ആണ് വളർന്നു വന്നത്. ഇപ്പം ആ കരിങ്ങോഴക്കൽ തറവാട്ടിൽ ഒരു കൊടിവെച്ച കാറ് വന്നിട്ട് എത്ര നാളായി? തൻ്റെ പാർട്ടിയിലുള്ള റോഷി അഗസ്റ്റിൻ കൊടിവെച്ച കാറിലാണ് പോകുന്നതെങ്കിലും ആ തറവാട്ടിൽ അതുവഴി പോകുമ്പോൾ ഒന്ന് കയറുന്നുമില്ല. റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലാണ് നിൽക്കുന്നത്. എന്തായാലും UDF ഈ ജോസ് കെ മാണിയുടെ മേൽ വല വിരിച്ചിരിക്കുകയാണ്. അതിൽ വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ് പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴും. അതിൻ്റേതായ ചില ചർച്ചകളൊക്കെ നടക്കുകയാണ്. കാരണം ജോസ് കെ മാണിയെ ഒരു സുരക്ഷിതമായ ഇടത്ത് കൊണ്ട് നിർത്തണം. ഇനി പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ജോസ് കെ മാണി എല്ലാത്തിനും കൂടെ ഇല്ലത്തിന് തീ വയ്ക്കും. അത്ര കലിപ്പിലാണ്. കാരണം 2021 പാലയിൽ തോറ്റു. പാലയിൽ KM മാണി തോറ്റ ചരിത്രം ഇല്ല. എന്നും നെഞ്ചേറ്റിൽ ആളിച്ചിട്ടേ ഉള്ളൂ. ചിലർക്ക് ചില മണ്ഡലം എന്ന് പറയുന്നത് അത് അങ്ങ് കുത്തകയാക്കി തീർന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മാളയിലെ മാണിക്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കരുണാകരനാണ്. അങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പം റാന്നിയിൽ പണ്ട് രാജു എബ്രഹാമാണ്. രാജു എബ്രഹാം 5 തവണ അവിടെ MLA ആയിരുന്നു. റാന്നിയിലെ ജ്യോതി ബസു എന്നാണ് അറിയപ്പെടുന്നത്. 5ാം തവണ ജയിച്ചു വന്നിട്ട് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അത് വേറെ കാര്യം. അത് കാരണഭൂതൻ അങ്ങനെ ഒതുക്കിയിരുത്തിയതാണ്, VS പക്ഷക്കാരനായതുകൊണ്ട്. അതുപോലെ ഗണേഷ് കുമാർ പത്തനാപുരം. പിന്നെ MP സ്ഥാനത്ത് നമ്മുടെ മാവേലിക്കര, നമ്മുടെ സിറ്റി മണിയൻ, നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, അത് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് 8 തവണയായിട്ട്. 8 തവണ എന്ന് പറയുമ്പോൾ ആലോചിക്കണം, 10-40 വർഷമായി. എന്നിട്ടും ഇപ്പോഴും ഈ അധികാരമോഹം മൂത്ത് KPCC പ്രസിഡന്റ് സ്ഥാനം വരെ ഏറ്റെടുക്കാൻ ഇങ്ങനെ കൊതിച്ച് നടന്നതാണ്. ജാതിക്കാട് വരെ ഇറക്കി നോക്കി, നടന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചില മണ്ഡലങ്ങൾ അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പാലയും തീരെഴുതി കിട്ടിയിടത്താണ് 2021 ആരോ കയറി പാലം വലിച്ചു. അത് ജോസ് കെ മാണിക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് LDF അതൃപ്തനായി തുടരുകയാണ്. 2021 പോയി തോറ്റു, പക്ഷേ മന്ത്രിസ്ഥാനവും കിട്ടിയില്ല. അതുകൊണ്ട് ഉടനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാലുമാറി നടക്കുന്നവൻ എന്നുള്ള ഒരു പേര് കിട്ടുമല്ലോ. അല്ലെങ്കിലും അങ്ങനെ ഒരു പേരുണ്ട്. പക്ഷെ ജോസ് കെ മാണിയും സംഘവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ആലോചിച്ചിട്ടും അവരുടെ ഉറപ്പിന്മേലുമാണ്. അല്ലാതെ ജോസ് കെ മാണി മാത്രമായിട്ട് തീരുമാനം എടുക്കത്തില്ല. കേരള കോൺഗ്രസിലെ ഒരു നല്ല സമുദായം എന്ന് പറയുന്നത്, പ്രബല സമുദായം ക്രൈസ്തവരാണ്. നായന്മാരുള്ള കേരള കോൺഗ്രസും ഒക്കെ ഉണ്ട്. നല്ല 1-ാം തരം നായന്മാർ, ചെവിയിൽ പൂടെയുള്ള നായന്മാരായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ജോസ് കെ മാണിയെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ എത്തിക്കണം. അപ്പോൾ ലീഗും കോൺഗ്രസും കൂടിയാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് മുമ്പേ പറയുന്നുണ്ട് ഞങ്ങൾ തിരുവമ്പാടി സീറ്റ് കൊടുക്കാമെന്ന്. തിരുവമ്പാടി സീറ്റ് ലീഗിനൊരു സുരക്ഷിത മണ്ഡലമാണ്. പക്ഷെ 2021 അത് CPM പിടിച്ചു.
അതൊരു 2500-3000 വോട്ടിന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ലീഗ് ഉറപ്പും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് പി.ജെ. ജോസഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഏകീകൃത കേരള കോൺഗ്രസ് വേണം എന്ന്. അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്തെ ഒരു ഭൂതിയാണ്. അത് സാധിച്ചു കിട്ടിയാൽ കൊള്ളാം. കേരള കോൺഗ്രസ്സുകാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു 10-16 കേരള കോൺഗ്രസ്സുകാരുണ്ട്. ഒറ്റയാൾ പട്ടാളം ഒക്കെ ആയിട്ട് നമ്മുടെ ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ് വരെ ഉണ്ട്. അതിപ്പോൾ CPM അങ്ങ് വിഴുങ്ങും. അദ്ദേഹത്തെ തിരുവനന്തപുരം സീറ്റും കൊടുക്കത്തില്ല. അത് CPM അങ്ങ് എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പാല എന്തായാലും മാണി സി കാപ്പൻ വിട്ടുകൊടുക്കത്തില്ല. കാപ്പന് തോപ്പിച്ച് എടുത്തതാണ്, KM മാണിയുടെ കുത്തക തകർത്തതാണ്. അങ്ങനെ അദ്ദേഹം UDF നിൽക്കുകയാണ്. അത് കൊടുക്കാൻ തയ്യാറാകത്തില്ല. പക്ഷേ നിരവധി ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ജോസ് കെ മാണി പറയുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് LDF. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഒരുപാട് സംശയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വളരെ കാര്യമായിട്ട് അധ്വാനിക്കുകയാണ് അതിൻ്റെ പിന്നിൽ. അവർ വളരെ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. ഇപ്പം നിലമ്പൂരിലെ ഷൗക്കത്തിൻ്റെ വിജയം തന്നെ ആരുടെ പ്രയത്നമായിരുന്നു? ലീഗിൻ്റെയാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസ്സിലെ ഉന്നത നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. ലീഗ് എന്തിനാ അത്രയും പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ നിന്നൊരു വിജയം ഉണ്ടാക്കി കേരളത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കണം. ഇവിടെ ഒരു UDF തരംഗമാണ് ഇനിയെന്ന്. അങ്ങനെ ഒരു തരംഗം ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ 26-ൽ ഭരണം പിടിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു. ലീഗ് ഇതിനിടയ്ക്കെല്ലാം വാരിക്കെട്ടി LDF പോകാനൊരു ശ്രമമൊക്കെ നടത്തിയതാണ്. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് പലവട്ടം ആലോചിക്കണേ. അവിടെ ചെന്ന് കഴിഞ്ഞാലൊന്നും ഇവരുടെ ഈ വിലപേശൽ നടക്കത്തില്ല. 5 മന്ത്രിയും 6 മന്ത്രിയും പിന്നെ ഒരു ഉപമുഖ്യമന്ത്രിയും ഒന്നും അവിടെ നടക്കത്തില്ല. അവിടെ ചവിട്ടിക്കൂട്ടി മാറ്റിയിരുത്തും. AKI സെൻറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുക, അവിടുന്ന് തരുന്നതും തിന്നുകൊണ്ട് വാലും മടക്കി ഇറങ്ങിപ്പോകണം. ഇപ്പം CPIയുടെ ഗതി കാണുന്നില്ല. CPIയെയും പോലും UDF അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നണി വിപുലീകരിക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഇപ്പോൾ UDF ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഈ UDF തന്നെ ഒരു തരംഗം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം വരാൻ പോകുന്നത് UDF ആണ്. UDF ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അങ്ങ് പറയാൻ പറ്റത്തില്ല. കാരണം 7-8 മാസം ബാക്കി നിൽക്കുകയാണ്. രാഷ്ട്രീയത്തിലെ മാറി മറിയാനായിട്ട് 7-8 മണിക്കൂർ മതി. അതും വേണ്ട. കരുണാകരൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നിൽക്കത്തില്ല. 2 കൂട്ടിയാൽ എപ്പോഴും 4 ആകണമെന്നില്ല. ചിലപ്പോൾ അത് 5 ആയിട്ടും 6 ആയിട്ടും വരാം. അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഈ മാസങ്ങൾ ഇത്രയും നിൽക്കുന്നത് കൊണ്ട് UDF തരംഗമാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് ദിവസവും കോൺഗ്രസ്സുകാരും ലീഗും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനകത്തും പ്രശ്നമുണ്ടാകും. മുഖ്യമന്ത്രിമാരുടെ എണ്ണം കോൺഗ്രസിൽ കൂടിക്കൊണ്ടുമിരിക്കും. അപ്പം എന്തായാലും ജോസ് കെ മാണിയെ എവിടെങ്കിലും കൊണ്ടുപോയി ഒന്ന് ആവാഹിച്ചിരുത്തണം. അതിനുള്ള ശ്രമമാണിപ്പോൾ ലീഗും കോൺഗ്രസ്സുകാരും കൂടെ നടത്തുന്നത്. അപ്പം ജോസ് കെ മാണി എവിടെ മത്സരിക്കും എന്നുള്ള ഒരു പ്രധാന ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ജയിക്കണം, സുരക്ഷിത മണ്ഡലമായിരിക്കണം, ഏത് വകുപ്പ് കൊടുക്കണമെന്ന് പോലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി ചോദിക്കാൻ പോകുന്ന വകുപ്പ് ധനകാര്യം തന്നെ ആയിരിക്കും. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. കാരണം തൻ്റെ അച്ഛൻ കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെ വേണമെന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ആഗ്രഹം. പാലയോ തോറ്റു തുന്നമ്പാടി. ഇനിയപ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി ജയിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ധനകാര്യം വേണമെന്ന് ജോസ് കെ മാണി വാശി പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെയുള്ളൊരു വാശി മുന്നിൽ കണ്ടുകൊണ്ടാണ് കാരണഭൂതൻ 2021 ഒരു കളി കളിച്ചത്. പക്ഷേ UDF അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോസ് കെ മാണി എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്തെന്നിരിക്കും. കടുങ്കൈ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു മുന്നണി കൂടെ കേരളത്തിലുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടേക്കും ചുവട് വയ്ക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.